Hello guys, this is Sajil and welcome back to my YouTube channel Sajil's Tech Center. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ റിവ്യൂ ചെയ്യുന്നത് മറ്റൊരു ഫ്രീലാൻസിങ് വെബ്സൈറ്റ് ആണ്. അതായത് ന്യൂബി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. നിങ്ങൾ ഇതുവരെ $1 പോലും ഫ്രീലാൻസ് ആയിട്ട് ഏൺ ചെയ്യാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അതിന്റെ പേരാണ് ജിഗ് ബഗ്സ്. സോ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജിഗ് ബഗ്സ് എന്നുള്ളൊരു വെബ്സൈറ്റാണ്. ഇതൊരു ഫ്രീലാൻസിങ് വെബ്സൈറ്റാണ്, ജസ്റ്റ് ലൈക്ക് ഫൈവർ. പക്ഷേ ഈ ജിഗ് ബഗ്സിനുള്ള ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സർവീസ് മാത്രമല്ല പ്രോഡക്ട്സ് കൂടി സെല്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പ്രോഡക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ പ്രോഡക്റ്റ് അല്ല, ഡിജിറ്റൽ പ്രോഡക്ട്സ് ലൈക്ക് ടെംപ്ലേറ്റ്സ്, അതായത് ഇപ്പോൾ ലോഗോ ടെംപ്ലേറ്റ്സ്, വെബ്സൈറ്റ് ടെംപ്ലേറ്റ്സ്, അതുപോലെ തന്നെ അധികം കോപ്പിറൈറ്റ് വരാത്ത ചെറിയ സോഫ്റ്റ്വെയർസ്, ഇതെല്ലാം നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലൂടെ സെല്ല് ചെയ്യാം. സർവീസാണ് നിങ്ങൾ ഈ വെബ്സൈറ്റിലൂടെ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സാധാരണ നമ്മൾ ഫ്രീലാൻസിങ് വെബ്സൈറ്റിൽ ചെയ്യുന്നത് പോലെ സർവീസ് ക്രിയേറ്റ് ചെയ്ത് ഡെലിവറി ചെയ്യുക. അതല്ല, ഇനി ഡിജിറ്റൽ പ്രോഡക്റ്റ് ആണ് നിങ്ങൾ സെല്ല് ചെയ്യുന്നതെങ്കിൽ വളരെ സിമ്പിളാണ്. ഒരു സർവീസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മളുടെ പ്രോഡക്റ്റ് അപ്ലോഡ് വൺ ടൈം അപ്ലോഡ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക് നമുക്ക് സെയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് ഓട്ടോമാറ്റിക് ഡെലിവറി ചെയ്യുകയും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് നമുക്ക് പേയ്മെന്റ് കിട്ടുകയും ചെയ്യും. അതായത് ഓട്ടോ പൈലറ്റ് എന്ന് പറയും. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ കൂടി ഈ വെബ്സൈറ്റിലുണ്ട്. സോ നമുക്ക് ഈ വെബ്സൈറ്റിലെ ബേസിക് കാര്യങ്ങൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. പുതുതായി ജോയിൻ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ജോയിൻ ബട്ടൺ പ്രസ് ചെയ്യുക, അതുമല്ലെങ്കിൽ ഈ സൈൻ ഇൻ ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യാം. സോ നമുക്ക് സാധാരണ രീതിയിൽ തന്നെ ജോയിൻ ചെയ്യാൻ നോക്കാം. അതിനുശേഷം ഇമെയിൽ ID, യൂസർ നെയിം, പാസ്വേഡ് സെലക്ട് ചെയ്യുക. സോ ഇമെയിൽ ID, യൂസർ നെയിം, നെക്സ്റ്റ് ഒരു പാസ്വേഡ് സെലക്ട് ചെയ്യുക. ദെൻ ഈ ഒരു ഓപ്ഷനിൽ ഐ ആം നോട്ട് എ റോബോട്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ഓൾ സ്ക്വയേഴ്സ് വിത്ത് ട്രാഫിക് ലൈറ്റ്സ് വരുന്ന സ്ക്വയർ എല്ലാം സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് select all squares with traffic lights. Verify. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുക, ദെൻ സബ്മിറ്റ്. സോ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ ആയിരിക്കും ഡാഷ്ബോർഡ് വരുന്നത്. അതായത് മെയിൻ പേജാണ്, ജിഗ് ബഗ്സിൻ്റെ മെയിൻ പേജാണ്. അപ്പോൾ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഈ കാറ്റഗറീസിലെല്ലാം നമുക്ക് നമ്മൾ ബേസ് ചെയ്തിട്ടുള്ള ഏത് സർവീസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ഈ ഓരോ കാറ്റഗറീസിൽ ആഡ് ചെയ്യാവുന്നതാണ്. സോ ഇതിൽ വരുന്ന കാറ്റഗറീസ് അഡ്വർടൈസിങ്, ആർട്ട് ആൻഡ് ക്രിയേറ്റീവ്, ബിസിനസ്, ഫൺ ആൻഡ് ഡിസൈർ, ഗിഫ്റ്റ് ഐഡിയാസ്, ഗ്രാഫിക്സ്, health and wellness, music and audio, other photography, programming, silly stuff, social marketing, technology, tips and advice, translation service, video writing. ഇത്രയും കാറ്റഗറീസ് ആണ് വരുന്നത്. സോ എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അതിലെ സർവീസും അതുപോലെ തന്നെ പുതിയൊരു സർവീസ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. സോ ഇതാണ് എൻ്റെ അക്കൗണ്ട്. ഇപ്പോൾ ഞാൻ ഈ ജിഗ് ബഗ്സിൽ സെല്ല് ചെയ്യുന്ന സർവീസ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അതിൽ സെല്ലിങ്ങിൽ വന്നിട്ട് മൈ ജിഗ്സ്, ഇതെല്ലാമാണ് ഞാൻ സെല്ല് ചെയ്യുന്ന സർവീസ് ആൻഡ് പ്രോഡക്ട്സ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. ഐ വിൽ പ്രൊവൈഡ് 36 HD സ്റ്റോക്ക് ഫോട്ടോസ് ഫോർ മാർക്കറ്റിംഗ് for $5. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ആണ്. അതായത് 36 ഹൈ ക്വാളിറ്റി ഇമേജസ് ഞാൻ ഈ വെബ്സൈറ്റിൽ സെല്ല് ചെയ്യുന്നുണ്ട്. അത് $5. ഇതൊരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ആണ്. അതായത് നമ്മൾ ഒരു പ്രാവശ്യം അപ്ലോഡ് ചെയ്താൽ മതി, എന്നിട്ട് പ്രൈസ് ഫിക്സ് ചെയ്യുക. ഓട്ടോമാറ്റിക് സെയിൽ നടക്കുമ്പോൾ പ്രോഡക്റ്റ് ഓട്ടോമാറ്റിക് ഡെലിവറി ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പേയ്മെൻറ്റ് ഇതിലേക്ക് വരികയും ചെയ്യും. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു പ്രോഡക്റ്റ് ഞാൻ സെല്ല് ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. അതായത് ട്രാഫിക് ബോട്ട് എന്ന് പറയും. ഒരു വെബ്സൈറ്റിന് ഓട്ടോമാറ്റിക് ട്രാഫിക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിത്. ഇതെനിക്കൊരു ക്ലയൻറ്റ് ഫ്രീ ആയിട്ട് എനിക്ക് തന്നതാണ്. അത് പക്ഷേ ഇതിൽ സെല്ല് ചെയ്യാനുള്ള എക്സ്റ്റൻഡഡ് ലൈസൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും കംപ്ലീറ്റഡ് സെയിൽസ്. 5 സെയിൽസ് എനിക്ക് ഓൾറെഡി ഇതിൽ നടന്നിട്ടുണ്ട്. അതായത് ഞാനിത് $20 വിൽക്കുന്നത്. ആൻഡ് റവന്യൂ 5 സെയിൽസിന് $100. ഇപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ കമ്മീഷൻ കളക്ട് ചെയ്താൽ എനിക്ക് ഇതിൽ നിന്ന് $90 കിട്ടിയിട്ടുണ്ടാവും. അതായത് 10% ഈ വെബ്സൈറ്റിൻ്റെ കമ്മീഷനാണ്. അതെടുത്തിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ഇതുപോലെ തന്നെ ഞാൻ കുറേ സർവീസുകൾ, വീഡിയോ റിലേറ്റഡ് സർവീസുകൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ആഡാണ് ഈ കാണുന്നത് നിങ്ങൾ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിലൊരു ഡിജിറ്റൽ പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. സെല്ലിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരിക. അതിനുശേഷം ക്രിയേറ്റ് ജിഗ്. ഇപ്പോൾ ഞാൻ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 200 ടെംപ്ലേറ്റ്സ് ആണ്. 200 ലോഗോ ക്രിയേറ്റിംഗ് ടെംപ്ലേറ്റ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഇതാണ് സിഗ്നേച്ചർ ലോഗോ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ഒരു 200 ലോഗോ ടെംപ്ലേറ്റ്സ് ആണ് ഞാൻ ആ വെബ്സൈറ്റിലൂടെ വിൽക്കാൻ ശ്രമിക്കുന്നത്.
നിങ്ങൾക്ക് കാണാം ഇത് ഓരോ ടെംപ്ലേറ്റ്സ് ആണ്. നമുക്ക് ഫോട്ടോഷോപ്പിലോ അല്ലെങ്കിൽ ഇലസ്ട്രേറ്ററിലോ ഇട്ട് ചേഞ്ച് ചെയ്യാം ഈ നെയിംസ് എല്ലാം. ഇത് സിഗ്നേച്ചർ ലോഗോ എന്നാണ് ഇതിന് പറയുന്നത്. ഫൈവർ പോലുള്ള ഒരു വെബ്സൈറ്റിൽ വളരെ സെയിൽ കിട്ടുന്ന കാറ്റഗറിയാണ് സിഗ്നേച്ചർ ലോഗോ. ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനേഴ്സ് എല്ലാം ഇതുപോലുള്ള ടെംപ്ലേറ്റ്സ് പർച്ചേസ് ചെയ്യും ഓൺലൈൻ ത്രൂ. ഇതെനിക്ക് മറ്റൊരു വെബ്സൈറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയൊരു ടെംപ്ലേറ്റ് ആണ്. എനിക്ക് പക്ഷേ ഇത് എക്സ്റ്റെൻഡഡ് ലൈസൻസ് ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇത് മറ്റൊരു വെബ്സൈറ്റിൽ വിൽക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ സെല്ലിങ്ങിൽ വന്നിട്ട് ക്രിയേറ്റ് എജ്, എന്നിട്ട് നമുക്കൊരു ടൈറ്റിൽ കൊടുക്കാം. ഐ വിൽ പ്രൊവൈഡ് 200 ടിപ്പോഗ്രഫി ടെംപ്ലേറ്റ്സ്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു പ്രൈസ് ഒരു $20 കൊടുക്കാം. അതുപോലെ തന്നെ കാറ്റഗറി സെലക്ട് ചെയ്യാം. ഗ്രാഫിക്സ്, ഈ ഒരു ഓപ്ഷൻ നമുക്ക് നൺ കൊടുത്താൽ മതി. റെക്കറിങ് ഓപ്ഷനാണത്. അതിനുശേഷം ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. സംതിങ് ലൈക്ക് ദിസ് വൺ, അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫീച്ചേഴ്സ് 100% എഡിറ്റബിൾ, റീസൈസബിൾ വെക്ടർ, ഇതുപോലൊരു ഫീച്ചറും കൊടുക്കുക. ഓക്കെ, ഇൻസ്ട്രക്ഷൻസ് ടു ബയോ, ഈ ഒരു ഓപ്ഷനിൽ ഇതുപോലൊരു ടെക്സ്റ്റ് കൊടുക്കാം. യു ക്യാൻ ജസ്റ്റ് പേ ദിസ് ഓർഡർ ആൻഡ് ഇൻസ്റ്റന്റ്ലി ഡൗൺലോഡ് ദ ടെംപ്ലേറ്റ്. അതായത് ഈ ഓർഡർ പേ ചെയ്ത് ഇൻസ്റ്റന്റ്ലി അവർക്ക് ഈ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ടാഗ് വന്നിട്ട് ലോഗോ ടെംപ്ലേറ്റ്, ടിപ്പോഗ്രഫി, ലോഗോ ഡിസൈൻ. ഓക്കെ, ഏകദേശം ഒരു 5 ടാഗ്സ് കൊടുത്താൽ മതി. മാക്സിമം ഡേയ്സ് ടു കംപ്ലീറ്റ്, അത് 1 കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിലൊരു ഇമേജ് അപ്ലോഡ് ചെയ്യാം. അതായത് ക്ലയൻസ് ആദ്യം വരുമ്പോൾ കാണുന്ന ഒരു ഇമേജ് വേണം. ഈ ടെംപ്ലേറ്റ് ഫോൾഡറിൽ എനിക്കൊരു ഇമേജ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. ഓക്കെ, ഈ ഇമേജ് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ ഇമേജസോ അതല്ലെങ്കിൽ വീഡിയോസോ വേണമെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഒരു ഇമേജ് ജസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മതി. അതിനുശേഷം ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യണം, ഇൻസ്റ്റൻറ്റ് ഡൗൺലോഡ് ഡെലിവറി. ഇവിടെയാണ് നമ്മളിപ്പോൾ ഫയൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു ദിവസം പിടിക്കും ഇത് അപ്രൂവൽ ആവാൻ. അതിനുശേഷം നിങ്ങളുടെ അജിക് പേജിൽ ഓട്ടോമാറ്റിക് ഇത് വരും. സോ ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ മറ്റുള്ള സർവീസുകളും ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അതായത് സെല്ലിങ്ങിൽ വരിക, അതിനുശേഷം ക്രിയേറ്റ് ജി. ഇതുപോലെ തന്നെ ഒരു കാറ്റഗറി സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്താണ് സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സർവീസ്, അതായത് ഇപ്പോൾ ലോഗോ ഡിസൈനിങ് ആണോ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി പോലത്തെ വർക്കാണോ, അതെല്ലാം നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്ത പോലത്തെ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പൈലറ്റായിട്ട് എല്ലാ സംഭവങ്ങളും നടക്കും. അതായത് കാരണം ഈ വെബ്സൈറ്റ് ഒരു US ആൻഡ് കാനഡ ബേസ്ഡ് വെബ്സൈറ്റ് ആയ കാരണം കൂടുതൽ സെയിൽ നടക്കുന്നത് നമുക്കിവിടെ രാത്രിയായ ടൈമായിരിക്കും. അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന ടൈമായിരിക്കും നമുക്ക് സെയിൽസ് നടക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നമുക്ക് മെയിൽ വന്നിട്ടുണ്ടാവും, ഇതുപോലെ ഒരു സെയിൽ നടന്നു, നമുക്ക് ഇത്ര എമൗണ്ട് ഏൺ ചെയ്തിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഈ വെബ്സൈറ്റ് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ ജസ്റ്റ് നിങ്ങൾക്ക് കിട്ടില്ല, ക്രിയേറ്റ് ചെയ്തിട്ടത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് സെയിൽ കിട്ടില്ല. സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ് നിങ്ങൾ നടത്തണം. ഫൈവറിൽ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ സെയിം ടെക്നിക്സ് ഇതിലും യൂസ് ചെയ്യുക. അതായത് അതിൽ ടൈറ്റിലും അതുപോലെ തന്നെ വെബ്സൈറ്റ് ലിങ്കും കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പ്സിലോ ട്വിറ്ററിലൊക്കെ പേസ്റ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത് നമുക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പ്സിൽ നിന്നാണ്, അതായത് ബിസിനസ് റിലേറ്റഡ് ഗ്രൂപ്പ്സിൽ നിന്ന്. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ അതിൻ്റെ ടെക്നിക്സ് ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും ഒന്ന് കാണുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ അതിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ആ പ്രൊമോഷണൽ വീഡിയോ കൂടി ഒന്ന് കാണുക. ഇനി ഇത് വർക്കിംഗ് ആണോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഏർണിങ്സ് എങ്ങനെ ലഭിച്ചു എന്ന് ഞാൻ കാണിക്കാം. ഏർണിങ്സ് കാണാൻ വേണ്ടിയിട്ട് സെല്ലിങ്ങിൽ പോയിട്ട് റവന്യൂ. അപ്പോൾ ഇതെല്ലാം എനിക്ക് വന്ന വർക്ക്സ് ആണ്, ഇത് കംപ്ലീറ്റഡ് വർക്ക്സ് ആണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം പ്രൊവൈഡ് ട്രാഫിക് ബോട്ട് അൺലിമിറ്റഡ്. ഇതെല്ലാം ഓട്ടോ പൈലറ്റ് ആയിട്ട് വന്ന എനിക്ക് ഓർഡേഴ്സ് ആണ്. ഞാൻ നേരത്തെ കാണിച്ച പോലെ ആ സോഫ്റ്റ്വെയർ വിറ്റിട്ട് കിട്ടിയ വരുമാനങ്ങളാണ് ഇതെല്ലാം. 16 വന്നെടുക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൾറെഡി വിഡ്രോൺ 248. അതുപോലെ തന്നെ അപ്കമിങ് പേയ്മെൻറ്റ് $4. $248 ഞാൻ ഓൾറെഡി ഇതിൽ നിന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞു. ഇനി ബാലൻസ് ഓൺലി $2 മാത്രമേ ഉള്ളൂ വിഡ്രോ ചെയ്യാൻ. സോ എല്ലാവരും ഫൈവർ ചെക്ക് ചെയ്ത പോലെ ഈ വെബ്സൈറ്റും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സർവീസസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫേസ്ബുക്കിൽ പ്രൊമോഷൻ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓർഡേഴ്സ് ലഭിക്കുള്ളൂ. സോ ഈ ട്യൂട്ടോറിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് എ ലോട്ട്.